ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ടെക് ചങ്ക്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് മലയാളം ഫോണ്ടുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ആദ്യമായിട്ട് മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും താഴെ വലത്ത് സൈഡിലായിട്ടൊരു പ്ലസ് ഐക്കൺ ഉണ്ടാകും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ബ്ലാങ്ക് ലേഔട്ടുകൾ വരും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ലേഔട്ട് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ആഡ് ടെക്സ്റ്റ്, ആഡ് ഇമേജ്, ആഡ് കട്ട്, അങ്ങനെ നമുക്ക് ഏറ്റവും മുകളിലുള്ള ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ആഡ് ടെക്സ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു മലയാളം വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നമ്മളെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം വലത്ത് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഡൺ എന്ന് പറഞ്ഞൊരു ചിഹ്നം ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇത് നമുക്കിങ്ങനെ വലിച്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റാവുന്നതാണ്. കൈവച്ച് വലിച്ച് തന്നെ മാറ്റാവുന്നതാണ്. ഓക്കെ, ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോണ്ട് എന്ന് പറഞ്ഞ്, അതായത് നമ്മളെന്ന് പറഞ്ഞുള്ള ആ ഒരു വാക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണ്ട്, ചേഞ്ച്, കളറ്, ഷാഡോ, സൈസ്, സ്ട്രോക്ക് എല്ലാം ഇതിലുണ്ടാകും. ഇത് നമുക്ക് ഫോണ്ട് ചെയ്യണമെങ്കിൽ ഫോണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിൽ പല ഡിഫറൻറ്റ് ഫോണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഓൾറെഡി ഇതിൽ കുറേ ഫോണ്ടുകൾ അവൈലബിൾ ആണ്. ഇതുകൂടാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചതും ഇതിലുണ്ടാവും. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഞാൻ ഇതിൻ്റെ കളർ ഒന്ന് മാറ്റുകയാണ്, മഞ്ഞ കളറിന് കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. അതിനുശേഷം സൈസ്, സ്ട്രോക്ക് വേണമെങ്കിൽ, അതായത് സ്ട്രോക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, വേണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട, അത് നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ഇവിടെ ചെറുതായിട്ട് സ്ട്രോക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഏറ്റവും താഴെ എഡിറ്റർ BG എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ യൂസ് ട്രാൻസ്പെറൻറ്റ് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് യൂസ് ട്രാൻസ്പെറൻറ്റ് പറഞ്ഞ ഓപ്ഷൻ വഴി നമ്മൾ ഈ ഫോട്ടോ സേവ് ചെയ്താലേ നമുക്ക് വേറൊരു ഫോട്ടോയിൽ ഇതുകൊണ്ട് ട്രാൻസ്പെറൻ്റായിട്ട് നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ നമ്മളെന്ന് പറഞ്ഞ വാക്ക് നമുക്ക് കാണാം. ബാക്കി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മളിവിടെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സേവ് ബോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഹൈ റെസൊല്യൂഷൻ ഇമേജ് ഇത് കൊടുക്കുക. ഓക്കെ, ആ ഇമേജ് നമ്മുടെ ഇതിലെ ഫോണിൽ സേവ് ആയിട്ടാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമുക്ക് ഇതിൽ സേവ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ പോസ്റ്റർ തയ്യാറാക്കുന്നത് പിക്സാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉപയോഗിച്ചാണ്. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, പിക്സാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. ഇതിൽ ഏറ്റവും താഴെ പ്ലസ് ഐക്കൺ ഉണ്ടാവും. ആ പ്ലസ് ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ എഡിറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ട്രാൻസ്പെറൻറ്റ് ഇമേജ് നമ്മളെന്ന് പറഞ്ഞൊരു ആ ഇമേജ് ഇതിലുണ്ട്. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് അതുകൂടാതെ നമുക്കിവിടെ ഗ്യാലറിയിലുള്ള ഫോട്ടോസ് വെച്ചാണെങ്കിൽ നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുക്കുന്നത് പ്ലെയിൻ ഇമേജാണ്. അതുകൊണ്ട് നമ്മൾ പിക്സാർട്ടിൽ തന്നെയുള്ള ഇമേജാണ് എടുക്കുന്നത്. ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, ബ്ലാക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇനി പോസ്റ്റർ ഉണ്ടാക്കുകയാണ്. നമ്മളിവിടെ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്ന നമ്മളെന്ന് പറഞ്ഞുള്ള ആ ഇമേജ്, ട്രാൻസ്പെറൻറ്റ് ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിന് ഇമേജിന് താഴെയായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഗോൾഡ്, ടൂൾസ്, എഫക്റ്റ്, റീടച്ച്, സ്റ്റിക്കർ, കട്ടൗട്ട്, റീപ്ലേ ടെക്സ്റ്റ്, ആഡ് ഫോട്ടോ, ഫിറ്റ്, ഇങ്ങനെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഇതിലുണ്ടാവും. ഇത് നമ്മൾ ആഡ് ഫോട്ടോ സെലക്ട് ചെയ്യുക. ഓക്കെ, ആഡ് ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ ഇമേജ് നമ്മളെന്ന് പറഞ്ഞ ട്രാൻസ്പെറൻറ്റ് ഇമേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ നമ്മളെന്ന് പറഞ്ഞ ആ ഇമേജ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിലോട്ട് ആഡ് 1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഒന്നിൽ കൂടുതൽ ഇമേജുകൾ നമുക്ക് ഒരേ സമയം സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ഇമേജ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആഡ് 1 എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ആ ഇമേജ് ഉണ്ടാവും. ഇമേജ് വന്നിട്ടുണ്ട്. അത് ചെറിയതായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കത് വലിച്ച് വലുതാക്കാവുന്നതാണ്. ഓക്കെ,
ഇപ്പം ഞാനൊരു ഉദാഹരണമാണ് നമ്മളെന്ന് പറഞ്ഞ് കാണിച്ചത്. നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പോസ്റ്ററിൽ എന്ത് ടൈപ്പ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നോ ആ ഒരു കണ്ടൻറ്റ് ടെക്സ്റ്റ് നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് ഇടുക. എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഉദാഹരണം ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെന്ന് പറഞ്ഞ് മാത്രമാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത ശേഷം പിക്സാർട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇമേജ് എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ടിക്ക് ബട്ടൺ ഉണ്ടാവും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിലായിട്ട് ആരോ ബട്ടൺ ഉണ്ടാവും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഏറ്റവും മുകളിൽ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇത്രയുള്ള വളരെ സിമ്പിളാണ്. നമുക്ക് വെറും 5-6 മിനിറ്റും കൊണ്ട് ഒരു പോസ്റ്റർ ആരുടെ ഒരു സഹായം കൂടാതെ നമുക്ക് തന്നെ അതും മൊബൈലിൽ നമുക്ക് സിമ്പിളായിട്ട് പോസ്റ്റർ ഉണ്ടാക്കാൻ സാധിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വെരി സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.